കാസർഗോഡ് ജില്ലാ ലൈബ്രറി കൗൺസിലിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വികസന സമിതിയുടെ 2024-25 വർഷത്തെ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള പുസ്തകോത്സവമാണ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോകുന്നത്. അത്യുത്തര കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയ്ക്ക് വലിയ സംഭാവന ചെയ്ത വിദ്വാൻ കെ നായരുടെ ജന്മശതാബ്ദി വർഷമാണ് ഈ വർഷം. അതുകൊണ്ട് തന്നെ ഈ പുസ്തകോത്സവ നഗരിക്ക് അദ്ദേഹത്തിൻ്റെ നാമധേയമാണ് നൽകിയിട്ടുള്ളത്. 3 ദിവസമായിട്ട് നീണ്ടു നിൽക്കുന്ന ഈ പുസ്തകോത്സവം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ഏവരുടെയും പ്രിയങ്കരനായ മുൻ റവന്യൂ വകുപ്പ് മന്ത്രിയും ഇപ്പോഴത്തെ കസ്തൂർബി MLA-യുമായ ശ്രീ ബഹുമാനപ്പെട്ട ഇ ചന്ദ്രശേഖരൻ MLA അവർകളാണ്. ഈ സമ്മേളനത്തിൽ അധ്യക്ഷം വഹിക്കുന്നത് സംഘാടക സമിതിയുടെ വർക്കിംഗ് ചെയർമാനും ലൈബ്രറി കൗൺസിലിൻ്റെ പ്രസിഡൻറ്റുമായ മുൻ MLA KV കുഞ്ഞിരാമൻ അവർകളാണ്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. പോകുന്നുണ്ട്. ജില്ലാ ലൈബ്രറി കൗൺസിലിൻ്റെയും സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ നമുക്ക് നൽകുന്ന സഹായങ്ങളുമെല്ലാം സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുമെല്ലാം പതിവിൽ നിന്ന് വ്യത്യസ്തമായി നമ്മുടെ പദ്ധതികളെ സഹായിക്കാൻ ആവശ്യമായിട്ടുള്ള ഗ്രന്ഥാലയങ്ങളെ സഹായിക്കാൻ ആവശ്യമായിട്ടുള്ള നല്ല പരിശ്രമങ്ങൾ നടത്തി തുടങ്ങിയിട്ടുണ്ട്. അതിലേറ്റവും മികച്ച പ്രവർത്തനം നമ്മുടെ ജില്ലാ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് തന്നെയാണ്. കെട്ടിടങ്ങൾ നൽകിക്കൊണ്ടും ഉപകരണങ്ങൾ നൽകിക്കൊണ്ടും പുസ്തകങ്ങൾ നൽകിക്കൊണ്ടുമൊക്കെ വൈവിധ്യപൂർണ്ണമായ ഒരു സാംസ്കാരിക പ്രവർത്തനം ജില്ലാ പഞ്ചായത്തിൻ്റെ ഭാഗത്തുണ്ടായി. കാഞ്ഞങ്ങാട് അതുപോലെ തന്നെ കാരടുക്ക ബ്ലോക്ക് പഞ്ചായത്തുകൾ സൗണ്ട് സിസ്റ്റം നൽകി, കമ്പ്യൂട്ടറുകൾ നൽകി, പുസ്തകങ്ങൾ നൽകി, ഷെൽഫുകൾ നൽകിയൊക്കെ നന്നായി തദ്ദേശ ഭരണ സ്ഥാപനങ്ങളും അത് ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തുകളും മാത്രമല്ല ഓരോ ഗ്രാമപഞ്ചായത്തുകളും അവരുടെ പഞ്ചായത്തിലെ ഗ്രന്ഥാലയങ്ങളെ സഹായിക്കാൻ ആവശ്യമായിട്ടുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങളും ഏറ്റെടുത്ത് നടത്തുന്നുണ്ട്. ഇതെല്ലാം ചേരുമ്പോൾ വലിയൊരു സാംസ്കാരിക രംഗം എന്നുള്ള നിലയിൽ ജില്ലാ ലൈബ്രറി കൗൺസിലിന് ലൈബ്രറികൾക്ക് അതിൻ്റെ ഉത്തരവാദിത്വം കുറെ കൂടെ അനായാസമായി നിർവഹിക്കാൻ സാധിക്കുന്ന അടിസ്ഥാന ഭൗതിക സാഹചര്യങ്ങളാണ് രൂപപ്പെട്ടു വരിക. ഇതെല്ലാം നമ്മുടെ നാടിൻ്റെ പൊതു സമ്പത്താണ് എന്നുള്ള നിലയിൽ കൈകാര്യം ചെയ്തും എല്ലാ വിഭാഗം ആളുകളെയും ഈ പ്രവർത്തനങ്ങളുടെ ഭാഗമാക്കി കൂട്ടിയിണക്കിയും ഒക്കെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നതിലൂടെയാണ് മതനിരപേക്ഷതയും ജനാധിപത്യവും ഒക്കെ നമുക്ക് കാത്തുസൂക്ഷിക്കാനും ഉറപ്പിക്കാനും സാധിക്കുക. അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ജില്ലാ ലൈബ്രറി കൗൺസിലിനെ സഹായിക്കണം എന്ന വിനയാന്വിതമായ അഭ്യർത്ഥനയോടെ നിങ്ങൾ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുന്നു. ഈ പുസ്തകോത്സവത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി ആദരണീയനായ ഇ ചന്ദ്രശേഖരൻ മുൻ മന്ത്രി കസ്തൂർബി MLA അദ്ദേഹത്തെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഈ സാംസ്കാരിക ഉത്സവത്തിന് തിരിതെളിയുകയാണ് ദുർഗയുടെ തിരുവനന്തപുരം. കാസർഗോഡ് ജില്ലയുടെ സപ്തഭാഷകളുടെ ഈ സംഗമഭൂമിയിൽ ജില്ലയിലെ ഏറ്റവും വലിയ സാംസ്കാരിക ഉത്സവത്തിന് ദുർഗയുടെ തിരുവനന്തപുരത്ത് തിരിതെളിയുകയാണ്. സർവശ്രീ കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിൻ്റെ അധ്യക്ഷ ശ്രീമതി ബേബി ബാലകൃഷ്ണൻ, പ്രശസ്ത നിരൂപകൻ ശ്രീ EP രാജഗോപാലൻ, സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിൻ്റെ മുൻ സെക്രട്ടറി അഡ്വക്കേറ്റ് P അപ്പുക്കുട്ടൻ, ജില്ലാ ലൈബ്രറി കൗൺസിലിൻ്റെ വിദ്വാൻ KK നായരുടെ പേരിലാണ് ഈ പുസ്തകോത്സവത്തിനുള്ള ഹാള് തന്നെ സംഘടിപ്പിച്ചിരിക്കുന്നത്. പ്രഭാഷണം രാജഗോപാലൻ മാഷ് നടത്തുകയും ചെയ്യും ശതാബ്ദിയുമായി ബന്ധപ്പെട്ട്. 500 ജില്ലാനം ലൈബ്രറികൾ വായനശാലകൾ നമ്മുടെ ജില്ലയിലുണ്ട് എന്ന് ഇവിടെ സൂചിപ്പിച്ചു. അത് ഈ നാടിന് ഒരിക്കലും ചെലവാക്കി തീർക്കാൻ കഴിയാത്ത സമ്പത്താണ്. കരുതൽ ധനമാണ്. അന്നന്നത്തെ ആവശ്യത്തിന് എത്ര ഉപയോഗിച്ചാലും കൂടുതൽ മെച്ചപ്പെടുന്നതാണ്. 10,000-ങ്ങൾക്ക് അവരുടെ വ്യക്തിത്വ വികാസത്തിന്, വ്യക്തിപരമായ വളർച്ചയ്ക്ക്
അറിവിന്, സമൂഹത്തിൻ്റെ നന്മക്ക്, സാംസ്കാരിക മുന്നേറ്റത്തിന് എല്ലാം വേണ്ടി ഉപയോഗിക്കാൻ കഴിയുന്നൊരു വലിയ വിളനിലമാണ് ഈ വിശാലമായ ലൈബ്രറി കൗൺസിലും അതിൻ്റെ പ്രവർത്തനമെന്ന് നമുക്കറിയാം. അതിനെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയും സഹായകരമായ വിധത്തിൽ ഈ പുസ്തകോത്സവം സഹായിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. പഴയ കാലത്ത് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല എന്നത് ഇതിൻ്റെ അനുഭവങ്ങളെല്ലാം അറിയുന്നവർക്കറിയാം. ഞാനത് വിശദീകരിക്കുന്നില്ല. വായനശാല സംഘടിപ്പിക്കാനുണ്ടായിരുന്ന പ്രയാസങ്ങൾ, അന്ന് ആളുകൾക്ക് ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിച്ചേരാനുണ്ടായിരുന്ന പ്രയാസങ്ങൾ, വാഹനമില്ല, മറ്റു വിഷയങ്ങളെല്ലാം ഉള്ള കാലത്തും ഇതിനെ വലിയ അത്യാഗോജ്വലമായ പ്രവർത്തനങ്ങൾ നടത്തിയവരുടെ കൂട്ടത്തിലാണ് വിദ്വാൻ പി കെ നായരൊക്കെ പെടുക. അതുകൊണ്ടാണ് ഈ ശതാബ്ദി ആഘോഷവേളയിൽ തീർച്ചയായും നിങ്ങൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രഭാഷണം, അനുസ്മരണ പ്രഭാഷണം ഉൾപ്പെടെ ഇവിടെ നടത്തുന്നത് എന്നതും സംശയമില്ലാത്ത കാര്യമാണ്. കേരളപ്പിറവിക്ക് മുമ്പ് തന്നെ ഇന്നത്തെ കേരളം ഉൾക്കൊള്ളുന്ന 3 അന്നത്തെ ഭരണ സംവിധാനങ്ങളെ, ആ സംവിധാനങ്ങളുടെ പ്രതിനിധികൾ എന്ന നിലയിൽ നമ്മുടെ സംസ്ഥാനത്തുണ്ടായിരുന്ന ഇന്നത്തെ ലൈബ്രറി കൗൺസിലുമായി താരതമ്യം ചെയ്യുമ്പോൾ അതൊക്കെ വളരെ ചെറിയ കാര്യമായിരിക്കും. എന്നാൽ അന്നത്തെ സംസ്ഥാന തലത്തിലുള്ള ലൈബ്രറി കൗൺസിലിനെ പ്രതിനിധീകരിക്കാൻ ഈ മലബാർ മേഖലയിൽ നിന്നുണ്ടായിരുന്നത് വിദ്വാൻ പി കെ നായരാണെന്ന് നമുക്ക് കാണാൻ കഴിയും. വെറുതെ പ്രതിനിധീകരിച്ചതല്ല, ആയിരക്കണക്കായ വായനശാലകൾ അന്നത്തെ അതീവ സാഹസികമായ പ്രവർത്തനം നടത്തേണ്ട ഘട്ടത്തിൽ പോലും ആയിരക്കണക്കായ വായനശാലകൾ സംഘടിപ്പിച്ചുകൊണ്ട് പ്രയാസകരമായ ഭൂപ്രദേശങ്ങളെല്ലാം ചുറ്റിത്തിരിഞ്ഞ് എവിടെയെങ്കിലും പുസ്തകം വായനശാലകൾ ഉണ്ടാക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടാൽ ദിവസങ്ങളോളം അതിനുവേണ്ടി തീവ്രയത്നം ചെയ്ത് കിട്ടാവുന്ന ഇടങ്ങളിൽ മാത്രം അന്തിയുറങ്ങി ഇതൊക്കെ നടത്തിയ ഒരു കാലത്താണ് ഈ മലബാർ മേഖലയെ പ്രതിനിധീകരിച്ചുകൊണ്ട് അദ്ദേഹം ലൈബ്രറിയുടെ സംസ്ഥാന തലത്തിലുള്ള അന്നത്തെ സംവിധാനത്തിൽ, ഒന്ന് പനമ്പള്ളി ഗോവിന്ദമേനോനായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ, മറ്റൊന്ന് PN മണിക്കർ, വളരെ മഹാരഥന്മാരായ ഒരുപാട് പേർ വേറെയും നമ്മുടെ സംസ്ഥാനത്തെ ലൈബ്രറി പ്രസ്ഥാനം, നമ്മുടെ വായനശാലകളും അതുപോലെ തന്നെ ലൈബ്രറികളും സംഘടിപ്പിക്കുന്നതിന് വേണ്ടി മുന്നോട്ട് പോയിട്ടുണ്ട്. ഒരുപാട് പേരുടെ പേരുകൾ നമുക്ക് കാണാൻ കഴിയും. അതിൽ വളരെ പ്രമുഖരായ കെ ദാമോദരനെ പോലുള്ള ആളുകളുണ്ട്. ഒരുപാട് ആളുകൾ, PT ഭാസ്കര പണിക്കരെ പോലെ, നമ്മുടെ മലബാർ ഡിസ്ട്രിക്ട് ബോർഡ് രാജ്യത്തെ പ്രസിഡന്റ് ഭാസ്കര പണിക്കരെ പോലുള്ള ആളുകളുണ്ട്. ഒരുപാട് പേരുണ്ട്, ഞാനൊന്നും പറയല്ല. അപ്പം അന്ന് തൊട്ടാരംഭിച്ച, അല്ലെങ്കിൽ നമ്മുടെ കേരളപ്പിറവിക്ക് മുമ്പ്, സ്വാതന്ത്ര്യലബ്ധിക്ക് മുമ്പ് ആരംഭിച്ചിട്ടുള്ള വായനയിലൂടെ ഒരു സമൂഹത്തെ പുതിയ ബോധത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയുമെന്ന വളരെ വിശാലമായ ദീർഘമായ വീക്ഷണത്തോടെ ആ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തിയൊരു കാലഘട്ടം. വായന കൂടുതൽ വിപുലീകരിക്കാൻ, അതിന് കൂടുതൽ സാധ്യതയുണ്ടാക്കാൻ ഇത്തരം പുസ്തകോത്സവങ്ങൾ സംഘടിപ്പിക്കുന്നത് ഏറ്റവും മെച്ചപ്പെട്ട കാര്യമാണ്. അതിന് നേതൃത്വം നൽകിയ ജില്ലാ ലൈബ്രറി കൗൺസിൽ എല്ലാ വർഷവും സംഘടിപ്പിക്കുന്നു. അതിനത്തെ അനുയോജ്യമായ സ്ഥലം കണ്ടെത്തി അതൊക്കെ സംഘടിപ്പിച്ചതിന് എല്ലാവരെയും ഈ സന്ദർഭത്തിൽ അഭിനന്ദിച്ചുകൊണ്ട് മറ്റു കൂടുതൽ കാര്യങ്ങളൊന്നും പറയാതെ ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ച് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. നമ്മുടെ ജില്ലാ പഞ്ചായത്ത് എടുക്കുമ്പോൾ ഒരു ജില്ലയിൽ നമുക്കറിയാം 205ഓളം ലൈബ്രറികളാണ് നമ്മൾ 1ാം ഘട്ടത്തിലെടുത്തത്. അപ്പോൾ നമുക്ക് വലിയ രീതിയിൽ അവരെ ആ തരത്തിലേക്ക്, നമുക്കിപ്പോൾ ഒരു 1.25 കോടിയോളം രൂപ നമ്മൾ കഴിഞ്ഞ 2 വർഷം കൊണ്ട് തന്നെ ലൈബ്രറികൾക്ക് വേണ്ടി നമ്മൾ ചെലവഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അത് ആദ്യം നമുക്ക് ആ അനുവാദം ഉണ്ടായിരുന്നില്ല, ഞങ്ങൾ തന്നെ അടികൂടിയാണ്. നമ്മുടെ ഗോവിന്ദ മാഷ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായപ്പോൾ നമ്മുടെ ജില്ലയിൽ ഇൻറ്റേൺഷിപ്പിൻ്റെ പരിപാടിക്ക് വന്നപ്പോഴാണ് ഞാൻ അദ്ദേഹത്തോട് ഈ ഒരു ആവശ്യം പറഞ്ഞത്. എനിക്ക് തോന്നുന്നു അതുകൂടി ലൈബ്രറി കൗൺസിലിൻ്റെ ഇടപെടൽ കൂടി ഉണ്ടാവും. ഇത് പുസ്തകോത്സവമാണ്. പുസ്തകോത്സവത്തിൻ്റെ ഏത് സന്ദർഭത്തിലും നമുക്ക് ഓർക്കേണ്ട ഒരു പേരാണ് ഗുട്ടൻബർഗ്. ഈ ഗുട്ടൻബർഗാണ് നമുക്കെല്ലാം അറിയുന്നത് പോലെ അച്ചടിയുടെ പിതാവ്. അത് മനുഷ്യ നാഗരികതയിലെ ഒരു അനിവാര്യതയായിരുന്നു. അച്ചടി, ഒരുപാട് കോപ്പികൾ വേണം, അങ്ങനെയാണ് അറിവുകൾ പ്രചരിക്കുക. ഇപ്പോഴും ആളുകൾ വിചാരിക്കും ഞങ്ങൾക്ക് മാത്രം അറിവ് മതി എന്നാണ്. അറിവ് പ്രചരിക്കേണ്ട ഒന്നല്ല. ഞങ്ങൾ കുറച്ച് മാന്യകൾക്ക് മാത്രം അറിവ് മതി, ബാക്കിയുള്ളവരെ ഞങ്ങളെ കണ്ട് ബഹുമാനിക്കണം. അറിവിൻ്റെ ജനാധിപത്യവൽക്കരണം ആളുകൾക്ക് ഇപ്പോഴും വേണ്ടത്ര ഇഷ്ടമല്ലാന്ന് തോന്നുന്നു. അത് വല്ലാത്തൊരു കുഴപ്പമാണ്.
ജനാധിപത്യം എന്ന് പറഞ്ഞാൽ നമ്മൾ വോട്ട് ചെയ്യുന്ന ഏർപ്പാട് മാത്രമല്ല, എല്ലാ കാര്യങ്ങളും പങ്കിടാനുള്ള ഒരു സാമൂഹിക ക്രമത്തെയാണ് നമ്മൾ ജനാധിപത്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് അറിവ് കുറേയൊക്കെ ജനാധിപത്യവൽക്കരിക്കപ്പെടുന്നുണ്ടെങ്കിൽ, വിദ്യാഭ്യാസം സാർവത്രികമാകുന്നുണ്ടെങ്കിൽ, അറിവ് ഒരു വെളിച്ചമായി മാറുന്നുണ്ടെങ്കിൽ, ഗുട്ടൻബർഗ് പോലുള്ള ആളുകളോട് നമുക്ക് വളരെയധികം കടപ്പാടുണ്ട് എന്നുകൂടി പറയേണ്ടി വരും. സദസ്സ് ശോഷിച്ച് വരുന്നുണ്ട് എന്നുള്ളത് എന്നെ വേവലാതിപ്പെടുത്തുന്നില്ല. കാരണം ഈ സദസ്സിലുള്ള ഒരാളുടെ സാന്നിധ്യം തന്നെയാണ് നമ്മളിവിടെ അനുസ്മരിക്കുന്ന വിദ്വാൻ കെ നായരുടെ പുത്രി ശ്രീമതി രാധിക ഈ സദസ്സിലുണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും ഈ സദസ്സിനെ അഭിമുഖീകരിക്കുമ്പോൾ എനിക്ക് പ്രോത്സാഹനം നൽകുന്ന ഒരു സംഗതി തന്നെയാണ്. രാധികയുടെ സാന്നിധ്യം മാത്രമല്ല, മറ്റൊരു സാന്നിധ്യം വിസ്മൃതിയിൽ ആണ്ടുപോകുന്ന ഒരു ചരിത്ര പുരുഷനെ ഈ വിധത്തിൽ അനുസ്മരിക്കുന്നതിനുള്ള സാഹചര്യം ഒരുക്കിയ എൻ്റെ സതീർത്ഥ്യനും സുഹൃത്തുമായിട്ടുള്ള എം കുഞ്ഞമ്പു പൊതുവാൾ മാഷ്ട സാന്നിധ്യമാണ്. അദ്ദേഹമാണ് വിദ്വാൻ കെ നായരുടെ ജീവചരിത്രം ശ്രമകരമായിട്ടുള്ളൊരു സംരംഭമായിരുന്നു എഴുതി ഈ അടുത്ത് പ്രകാശനം ചെയ്തത്. ആ ചടങ്ങിലും സംബന്ധിക്കാനുള്ള അവസരം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തെ ഓർക്കുമ്പോൾ കെ നായരുടെ പേര് ഒരിക്കലും വിസ്മരിക്കാൻ കഴിയില്ല. 1923 മംഗത്തിൽ കുഞ്ഞിരാമൻ നായരുടെയും കരിപ്പോത്ത് അക്കുവമ്മയുടെയും മകനായിട്ട് ജനിച്ച കുഞ്ഞികൃഷ്ണൻ നായർ, കരിപ്പോത്ത് കുഞ്ഞികൃഷ്ണൻ നായർ നാടറിയുന്ന വിദ്വാൻ കെ നായരായി എങ്ങനെ മാറി എന്നതിൻ്റെ ത്രസിപ്പിക്കുന്ന ചരിത്രം അനാവരണം ചെയ്യാൻ കുഞ്ഞമ്മ മാഷക്ക് കഴിഞ്ഞു എന്നുള്ളത് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടതായിട്ടുണ്ട്. 1991 ജൂലൈ 23 അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞു. ആ സന്ദർഭവും എൻ്റെ ഓർമ്മയിൽ നല്ല വലിയുണ്ട്. സഹധർമ്മിണി വിമല ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട്. കേരളത്തിൻ്റെ ഈ വടക്കൻ പ്രദേശത്ത് ഗ്രന്ഥശാല പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നതിന് മുൻനിന്ന് പ്രവർത്തിച്ച ആദ്യകാല ഗ്രന്ഥശാല നേതാക്കളിൽ പ്രമുഖനായിട്ടുള്ള ഒരാളായിരുന്നു വിദ്വാൻ കെ നായർ എന്നുള്ളത് നമ്മളറിയാം. എല്ലാവരും അറിയുന്നത് പോലെ 1958 ഔപചാരികമായിട്ട് കേരളത്തിലെ ഗ്രന്ഥശാല സംഘം, കേരള ഗ്രന്ഥശാല സംഘം എന്ന പേരിൽ കേരള ഗ്രന്ഥശാല സംഘം രൂപം കൊണ്ടത്. തീയതി പറഞ്ഞാൽ സെപ്റ്റംബർ 15. ആ തീയതി പലരുടെയും ഓർമ്മയിലില്ല. 1958 സെപ്റ്റംബർ 15 എന്നുള്ളത് സ്വാഭാവികമായിട്ടും ഗ്രന്ഥശാല ദിനമായിട്ട് ആചരിക്കപ്പെടേണ്ടുന്ന ഒരു ദിനം തന്നെയാണ് കേരളത്തിൽ. ചരിത്രത്തോട് ചെയ്യുന്ന ചില നീതികേടുണ്ടല്ലോ, അതിൻ്റെ ഭാഗമായിട്ട് ആ തീയതി വിസ്മൃതിയിലേക്ക് പോയിട്ടുണ്ട്. 1956 ഔപചാരികമായിട്ട് കേരള സംസ്ഥാനം രൂപം കൊണ്ടത് എന്നുള്ളത് നമ്മൾ ഓർക്കുന്നുണ്ട്. 57 നടന്ന തെരഞ്ഞെടുപ്പിൽ, ആദ്യ തെരഞ്ഞെടുപ്പിൽ EMS നമ്പൂതിരിപ്പാടിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെൻറ്
കേരളത്തിൽ അധികാരത്തിൽ വന്ന കാര്യവും നമ്മൾ ഓർക്കുന്നുണ്ട്. EMSും അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിലെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരിയും ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് വലിയ സംഭാവനകൾ നൽകിയിട്ടുള്ള വ്യക്തിത്വങ്ങളാണ് എന്നുള്ളത് നമുക്കറിയാം. EMS KPCCയുടെ സെക്രട്ടറി ആയിരുന്ന സന്ദർഭത്തിലാണ് KPCC വളരെ പ്രത്യേകതയുള്ളൊരു തീരുമാനമെടുത്തത്. എല്ലാ വില്ലേജുകളിലും കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കുന്നതോടൊപ്പം തന്നെ എല്ലാ വില്ലേജിലും ഓരോ ഗ്രന്ഥശാലകൾ സ്ഥാപിക്കണം, അവിടേക്ക് ആളുകളെ എത്തിക്കണം, ഗ്രാമീണരെ എഴുതാനും വായിക്കാനും പഠിപ്പിക്കണം, നിശാപാഠശാലകൾ ആരംഭിക്കണം. അങ്ങനെയുള്ള ഒരു നിർദ്ദേശം കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അന്ന് പുറപ്പെടുവിച്ചത്. ആ നിലയിലും പിന്നീട് നേരിട്ട് തൻ്റെ ഗ്രന്ഥശാല ജയിലിൽ പോകുന്നതിന് മുമ്പ് തൻ്റെ ഗ്രന്ഥശാല മുഴുവൻ പിന്നെ ജനങ്ങൾക്ക് വിട്ടുകൊടുത്തൊരു പുതിയ ഗ്രന്ഥശാല ഉണ്ടാക്കിയതും ഒക്കെയായിട്ടുള്ള സംഭവങ്ങൾ EMS തന്നെ അനുസ്മരിച്ചിട്ടുണ്ട്. പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരിയും അതേപോലെ തന്നെ ഗ്രന്ഥശാല ബന്ധമുള്ള ഒരാൾ തന്നെയായിരുന്നു. മലബാർ വായനശാല സംഘം കേരള ഗ്രന്ഥാലയ സംഘമായിട്ട് രൂപം കൊണ്ടപ്പോൾ അതിൽ മലബാറിന് പുറത്തുള്ള ആളുകളെ കൂടി ഉൾക്കൊള്ളിച്ച കൂട്ടത്തിൽ പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ സംഭാവനയും പകർന്നു. അപ്പോൾ കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനം പുനഃസംഘടിപ്പിക്കുന്നതിൽ വലിയ ഉപദേശമൊന്നും ഇവർക്ക് രണ്ടുപേർക്കും ആവശ്യമുണ്ടായിരുന്നില്ല, EMSനും അതുപോലെ തന്നെ പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി. കേരള വ്യാപകമായിട്ട് ഗ്രന്ഥശാല പ്രസ്ഥാനം സംഘടിപ്പിക്കണമെന്നുള്ള തീരുമാനം വളരെ വേഗത്തിൽ അവരെടുത്തു. അന്ന് തിരുക്കൊച്ചിയിൽ ഒതുങ്ങി പ്രവർത്തിച്ചിരുന്ന തിരുക്കൊച്ചി ഗ്രന്ഥശാല സംഘം അതിൻ്റെ പ്രവർത്തന പരിധിയിൽ മലബാർ കൂടി ഉൾപ്പെടുത്തണം എന്നുള്ള നിർദ്ദേശം തിരുക്കൊച്ചി ഗ്രന്ഥശാല സംഘത്തിൻ്റെ ഭാരവാഹികളുടെ മുമ്പിൽ അവർ വെച്ചു. രോഗി ഇച്ഛിച്ചതും പാല്, വൈദ്യൻ വിധിച്ചതും പാല് എന്ന് പറഞ്ഞതുപോലെ അവരും ആ വഴിക്ക് ചിന്തിക്കുന്നുണ്ടായിരുന്നു. അതാണ് ആ നിർദ്ദേശം വളരെ വേഗത്തിൽ സ്വീകരിക്കുകയും കേരള ഗ്രന്ഥശാല സംഘമായിട്ട് മലബാറിനെ കൂടി തിരുക്കൊച്ചി ഗ്രന്ഥശാല സംഘത്തിൻ്റെ പ്രവർത്തന പരിധിയിൽ ഉൾപ്പെടുത്തി കേരള ഗ്രന്ഥശാല സംഘം രൂപീകരിക്കുന്നു. 1958 സെപ്റ്റംബർ 15 നിലവിൽ വന്ന ആ സംഘത്തിൽ അതിൻ്റെ ആദ്യത്തെ പ്രവർത്തക സമിതിയിൽ അംഗമായി പ്രവർത്തിക്കാൻ അവസരം ലഭിച്ച KK നായരെയാണ്, വിദ്വാൻ KK നായരെയാണ് നമ്മളിന്ന് അനുസ്മരിക്കുന്നത്. 58 മലബാർ ഭാഗത്തു നിന്നുള്ള പ്രാതിനിധ്യം KK നായരിലൂടെയാണ് ഗ്രന്ഥശാല സംഘത്തിലുണ്ടായത്. 58 മുതൽ 65 വരെ ആ നിലയിൽ നിർവാഹക സമിതി അംഗമായിട്ട് KK നായരെ തുടർന്നു. 1965 എല്ലാ 3 വർഷം കൂടുമ്പോഴും പുനഃസംഘടിപ്പിക്കപ്പെടുന്നുണ്ട്. പുനഃസംഘടിപ്പിക്കപ്പെട്ടപ്പോൾ PN പണിക്കർ സെക്രട്ടറി, അദ്ദേഹത്തിൻ്റെ കീഴിൽ ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ട് കാര്യദർശിയും ഉപകാര്യദർശിയായിട്ട് KK നായർ ഉയർത്തപ്പെട്ടു. ഗ്രന്ഥശാല സംഘം പിരിച്ചുവിടുന്നത് വരെ ആ നില തന്നെയാണ് തുടർന്നത്. അപ്പോൾ കേരള ഗ്രന്ഥശാല സംഘം രൂപീകരണത്തിൻ്റെ ആദ്യ വർഷങ്ങളിൽ വളരെ ക്ലേശകരമായിട്ടുള്ള പ്രവർത്തന സന്ദർഭത്തിൽ, ഗ്രന്ഥശാലകൾ സംഘടിപ്പിച്ചുകൊണ്ടിരുന്ന സന്ദർഭത്തിൽ അതിൻ്റെ പ്രവർത്തകരായിട്ട് വടക്കേ മലബാറിൽ, ഉത്തര കേരളത്തിൽ സഞ്ചരിച്ച് ഗ്രന്ഥശാല പ്രസ്ഥാനം സംഘടിപ്പിക്കുന്നതിൽ വലിയ സംഭാവന ചെയ്ത ചരിത്ര പുരുഷനാണ് വിദ്വാൻ KK നായർ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. തീർച്ചയായിട്ടും അങ്ങനെ ഒരാളെ, അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം വായിക്കുമ്പോൾ തീർച്ചയായിട്ടും ആവേശകരമായിട്ടുള്ള അനുഭവമാണ് നമുക്ക് ലഭിക്കുന്നത്. SSLC പാസ്സായതിൻ്റെ ശേഷം അദ്ദേഹത്തിന് ജോലി ആവശ്യാർത്ഥം ബോംബെക്ക് പോകേണ്ടി വന്നു. 4-5 വർഷക്കാലം അദ്ദേഹം ബോംബെയിൽ ബോംബെ ക്രോണിക്കിൾ എന്ന പത്രത്തിൽ ജോലി ചെയ്തു. ഇംഗ്ലീഷ് പത്രമാണ് ബോംബെ ക്രോണിക്കിൾ. അതിൽ ജോലി ചെയ്തു. സ്വാതന്ത്ര്യ സമരം നടക്കുന്ന സന്ദർഭമാണ്. പ്രധാനപ്പെട്ട ദേശീയ നേതാക്കന്മാരുടെ എല്ലാം സമ്മേളന സ്ഥലമാണ് ബോംബെ എന്നുള്ളത് നമുക്ക് ചരിത്രത്തിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയുന്ന കാര്യമാണ്. SM ജോഷി,
അശോക് മേത്ത, ജയപ്രകാശ് നാരായണൻ, ആചാര്യ നരേന്ദ്രദേവ്, ഡോക്ടർ രാം മനോഹർ ലോഹ്യ, ഇവരെല്ലാം KK നായരുടെ ആദർശ പുരുഷന്മാരും കൺകണ്ട ദൈവങ്ങളും ആയിരുന്നു എന്നുള്ളത്. സോഷ്യലിസ്റ്റ് നേതാക്കളുമായിട്ടാണ് അദ്ദേഹത്തിന് ബന്ധമുണ്ടായിരുന്നത്. 4-5 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം തിരിച്ചു വന്ന് പിന്നെ അധ്യാപക പരിശീലനത്തിനും അതിനുശേഷം അധ്യാപകനുമായിട്ട് മാറുകയാണ്. ബോംബെയിലുണ്ടാകുമ്പോൾ നല്ല എഴുത്തുകാരനായിട്ട് മാറിയിരുന്നു. അവിടെ ക്രോണിക്കൽ ടൈംസിൽ നിരവധി ലേഖനങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അവിടെ ഉണ്ടായിരുന്ന മറ്റൊരു വാരിക, ജനതാ വാരിക, അതിൽ ഒരു എഴുത്തുകാരനായിരുന്നു. നല്ല നിലയിലുള്ള ലേഖനങ്ങൾ ആ കാലത്ത് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള സംഭാവനകൾ. അധ്യാപകൻ എന്നുള്ള നിലയിൽ നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ പല വിദ്യാലയങ്ങളിലും അദ്ദേഹം ജോലി ചെയ്തതിന് ശേഷമാണ് അദ്ദേഹം തന്നെ പഠിച്ച രാജാസ് ഹൈസ്കൂളിൽ അദ്ദേഹം എത്തുന്നത്. രാജാസ് ഹൈസ്കൂളിൽ എത്തിയപ്പോഴാണ് ശരിക്ക് ഈ കരിപ്പോത്ത് കുഞ്ഞികൃഷ്ണൻ നായർ KK നായരാവുന്നത്, വിദ്വൻ KK നായരായിട്ട് മാറുന്നത്. ആ കാലത്ത് തന്നെയാണ് നീലേശ്വരം പബ്ലിക് റീഡിംഗ് റൂം ആൻഡ് ലൈബ്രറിയുടെ പ്രവർത്തനത്തിൽ അദ്ദേഹം മുഴുകുന്നത്. നീലേശ്വരം പബ്ലിക് റീഡിംഗ് റൂം ആൻഡ് ലൈബ്രറി പ്രശസ്തമായിട്ടുള്ള നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു ലൈബ്രറിയാണ്. അത് ഇന്നത്തെ നിലയിൽ പടുത്തുയർത്തുന്നതിൽ നല്ല പങ്കുവഹിച്ചിട്ടുള്ള ഒരാളാണ് KK നായർ. യഥാർത്ഥത്തിൽ അദ്ദേഹം ഗ്രന്ഥശാല പ്രവർത്തകൻ എന്നുള്ള നിലയിൽ വരുന്നത് നീലേശ്വരം പബ്ലിക് ലൈബ്രറിയുടെ സെക്രട്ടറി ആയിട്ടുള്ള പ്രവർത്തനത്തിലൂടെ തന്നെയാണ്. കാസർഗോഡ്, ഹൊസ്ദുർഗ് താലൂക്കുകളിൽ ഗ്രന്ഥശാല പ്രസ്ഥാനം ശക്തിപ്പെടുത്തുന്നതിൽ വലിയ പങ്ക് അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. വലിയ നിലയിൽ അന്ന് യാത്രാ സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് നമുക്കറിയാം. ഇന്നെവിടെയും ബസ്സിന് പോകാനോ ഓട്ടോറിക്ഷയ്ക്ക് പോകാനോ കാറിന് പോകാനോ ഒരു വിഷമമില്ല. ലൈബ്രറികളുടെ മുമ്പിലേക്ക് നമ്മുടെ വാഹനങ്ങൾ എത്തും. അന്നങ്ങനെ ഒരു വാഹനത്തിൽ എത്തിച്ചേരാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു. ഞാൻ കോളിയാറിലുള്ള ഒരു ലൈബ്രറി സന്ദർശിച്ചപ്പോൾ അതിൻ്റെ പരിശോധനാ രജിസ്റ്ററിൽ KK നായരുടെ കുറിപ്പും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒപ്പും കണ്ടു. 88 ആണ് ആ സന്ദർശനം. അന്ന് ഇന്നത്തെ സൗകര്യങ്ങളൊന്നുമില്ല. മഞ്ചേശ്വരത്ത് ട്രെയിനിന് പോകണം, ട്രെയിൻ ഇറങ്ങിയിട്ട് ഹൊസങ്കടിക്ക് ബസ്സിൽ വരണം, ഹൊസങ്കടിയിൽ നിന്ന് മറ്റൊരു ബസ്സിനാണ് ഈ കിസാൻ ലൈബ്രറിയിലേക്ക് പോകുന്നത്. അവിടെ ബസ് ഇറങ്ങിയിട്ട് പിന്നെയും 3-4 മൈൽ നടക്കണം. അങ്ങനെ നടന്നു പോയിട്ട് ഒരു ദിവസം ഒരു ലൈബ്രറി അല്ല, തിരിച്ചു വരാൻ സാധ്യതയുമില്ല. അങ്ങനെയുള്ള ക്ലേശകരമായിട്ടുള്ള പ്രവർത്തനം അദ്ദേഹം ഗ്രന്ഥശാല പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയിട്ടുണ്ട്. ആ രീതിയിലുള്ള ക്ലേശകരമായിട്ടുള്ള പ്രവർത്തനത്തിലൂടെയാണ്. ലൈബ്രറി പ്രവർത്തനം മാത്രമല്ല, പൊതുരംഗത്തും തിളങ്ങി നിന്ന വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റെ. ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ കൂടിയായിട്ട്, പൂർണ്ണമായിട്ടും രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന് പറയാൻ കഴിയില്ലെങ്കിലും രാഷ്ട്രീയത്തിലും അദ്ദേഹം ഇടപെട്ടിട്ടുണ്ട്. പഞ്ചായത്തിൽ മത്സരിച്ച് മെമ്പറായിട്ടുണ്ട് നീലേശ്വരത്ത്. സഹകാരിയായിരുന്നു അദ്ദേഹം. നീലേശ്വരം സഹകരണ ബാങ്കിൻ്റെ ഡയറക്ടറായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രിയ സുഹൃത്ത് NK ബാലകൃഷ്ണൻ മന്ത്രിയായിട്ട് പോയപ്പോൾ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിച്ചത് അദ്ദേഹത്തിൻ്റെ പേര് തന്നെയാണ്. നീലേശ്വരം സഹകരണ ബാങ്കിൻ്റെ പ്രസിഡന്റ് ആയിട്ടും അദ്ദേഹം പ്രവർത്തിച്ചു. അങ്ങനെ സഹകരണ രംഗത്തും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. ആ നിലയിലൊക്കെയുള്ള പിന്നെ രാഷ്ട്രീയത്തിലെ പ്രശ്നത്തിൽ അദ്ദേഹം PSP ആയിരുന്നു, പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയുമായിട്ടാണ് ബന്ധമുണ്ടായിരുന്നത്. പക്ഷേ തൻ്റെ ചിരന്തന സുഹൃത്ത് NK ബാലകൃഷ്ണൻ PSPയെ ആകെ കോൺഗ്രസ്സിൽ ലയിപ്പിച്ചപ്പോൾ അങ്ങോട്ട് പോകാൻ എന്തുകൊണ്ടോ KK നായർ തയ്യാറായിട്ടില്ല. അതിനപ്പുറത്തേക്ക് രാഷ്ട്രീയം കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് തയ്യാറായിട്ടില്ല. ഈ രീതിയിൽ സാമൂഹ്യ രംഗത്തും ഗ്രന്ഥശാല രംഗത്ത് മാത്രമല്ല സാമൂഹ്യ രംഗത്തും
നല്ല ഇടപെടൽ നടത്തിയിട്ടുള്ള ഒരു പൊതുപ്രവർത്തകനെയാണ് കെ കെ നായരെ ഓർക്കുമ്പോൾ നമ്മൾ പിന്നെ ഓർക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനം, ഗ്രന്ഥശാല പ്രസ്ഥാനം, അദ്ദേഹം പടുത്തുയർത്താൻ ശ്രമിച്ച ഗ്രന്ഥശാല പ്രസ്ഥാനത്തെ സംബന്ധിച്ച് തീർച്ചയായിട്ടും ഒരു പശ്ചാത്തലം നമ്മുടെ മനസ്സിൽ ഉണ്ടാവേണ്ടത് ആവശ്യമാണ് എന്നെനിക്ക് തോന്നുന്നു. യഥാർത്ഥത്തിൽ കെ കെ നായരെ നമ്മൾ അനുസ്മരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ തലമുറയിലെ ഗ്രന്ഥശാല പ്രവർത്തകന്മാരെ നമ്മുടെ ജില്ലയിലും അതുപോലെ തന്നെ സംസ്ഥാനത്തുമുള്ള ഗ്രന്ഥശാല നേതാക്കന്മാരെ എല്ലാം നമ്മൾ ഓർക്കുകയാണ്, ഓർക്കേണ്ടത് ആവശ്യമാണ്. ആ നിലയിൽ ഓർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നിലപാടെടുക്കും. അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരായിട്ടുള്ള ഗ്രന്ഥശാല പ്രവർത്തകന്മാരുണ്ട് നമ്മുടെ ജില്ലയിൽ, നിരവധി പേരുണ്ട്. അവരെ ഓർക്കുന്ന ഒരു നിലപാടെടുക്കണം. കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് ദീർഘമായിട്ടുള്ള ചരിത്രമാണുള്ളത്. ഗ്രന്ഥശാല പ്രസ്ഥാനത്തെക്കുറിച്ച് പറയുമ്പോഴെല്ലാം അനന്യമായിട്ടുള്ള ഒരു സാംസ്കാരിക കൂട്ടായ്മയായിട്ട് അതിനെ വിലയിരുത്തിയിട്ടുണ്ട്. 200 വർഷം തികയാൻ പോവുകയാണ്. 1829 ആദ്യത്തെ ഗ്രന്ഥാലയം, പബ്ലിക് ലൈബ്രറി ഈ കേരളത്തിൽ വന്നത് എന്നുള്ളത് നമ്മൾ ഓർക്കുന്നുണ്ട്. സ്വാതി തിരുനാൾ മഹാരാജാവും അന്നത്തെ തിരുവിതാംകൂർ റെസിഡൻറ്റ് ആയിരുന്ന കടഹൻ സാഹിബും കൂടിയിട്ട് രൂപീകരിച്ച പബ്ലിക് ലൈബ്രറി. ഒരു മഹാരാജാവ് ഒരു പബ്ലിക് ലൈബ്രറി സ്ഥാപിക്കുക എന്നുള്ള ഒരു സംഗതിക്ക് കേരളം സാക്ഷ്യം വഹിച്ചു. ആദ്യത്തെ ലൈബ്രറി, കേരളത്തിലെ ആദ്യത്തെ പബ്ലിക് ലൈബ്രറി ആയിട്ട് അതിനെയാണ് നമ്മൾ കാണുന്നത്. ആ ആവേശത്തിൽ തിരുവനന്തപുരത്തെ പല കേന്ദ്രങ്ങളിലും ഉൽപ്പതിഷ്ണുക്കളായിട്ടുള്ള ചെറുപ്പക്കാരെ ഗ്രന്ഥശാലകൾ ആരംഭിച്ചു. അവരെയെല്ലാം കൂട്ടിയോജിപ്പിക്കാനുള്ള ശ്രമമാണ് 1945 യശസ്വരീയനായിട്ടുള്ള PN പണിക്കർ നടത്തിയത്. 1945 തിരുവിതാംകൂർ ഗ്രന്ഥശാല സംഘം രൂപം കൊള്ളുന്നത്. അതിനും എത്രയോ മുമ്പ് നമ്മുടെ മലബാറിലെ 58 നമുക്കെല്ലാം അഫിലിയേഷൻ ലഭിക്കാനുള്ള സൗകര്യം ഉള്ള നിലയിൽ കേരള ഗ്രന്ഥശാല സംഘം ഉണ്ടായതെങ്കിലും അതിനും എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് നിരവധി ഗ്രന്ഥാലയങ്ങൾ നമ്മുടെ നാട്ടിൽ വന്നിട്ടുണ്ട്. മലബാറിൽ വിശേഷിച്ച് 1927 തന്നെ നമ്മുടെ ജില്ലയിൽ ഗ്രന്ഥശാല പ്രസ്ഥാനം ആരംഭിച്ചിട്ടുണ്ട്. നമ്മുടെ വിദ്വാൻ പിയുടെ വെള്ളിക്കോത്തെയും മാണിയാട്ടെയും ഗ്രന്ഥാലയങ്ങൾ അത് 1927 തന്നെ ആരംഭിച്ചു അല്ലേ? അങ്ങനെയാണ് ദേശീയ പ്രസ്ഥാനമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് നമ്മുടെ മലബാർ ഗ്രന്ഥശാല രംഗത്തേക്ക് വന്നിട്ടുള്ളത്. അങ്ങനെ രൂപം കൊണ്ട ഗ്രന്ഥശാലകളെ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമവും ഈ മലബാറിൽ ആദ്യം തന്നെ തുടങ്ങി. 1937 മലബാർ വായനശാല സംഘം രൂപം കൊണ്ടു. 1937 ജൂൺ 11 കോഴിക്കോട് 300-ലേറെ ഗ്രന്ഥശാല പ്രവർത്തകന്മാർ സമ്മേളിച്ചു. കെ ദാമോദരനും കെ കേളപ്പനും മധുരവനം കൃഷ്ണക്കുറുപ്പുമൊക്കെയാണ് അതിന് നേതൃത്വം നൽകിയത്. അവർ മലബാർ വായനശാല സംഘം രൂപീകരിച്ചു. ആ മലബാർ വായനശാല സംഘം 6-7 വർഷത്തെ പ്രവർത്തനത്തിൻ്റെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേരള ഗ്രന്ഥാലയ സംഘമായിട്ട് വികസിപ്പിച്ച് രജിസ്റ്റർ ചെയ്തു. കമ്പനി നിയമം അനുസരിച്ച് രജിസ്റ്റർ ചെയ്തു. അതിന് രേഖപ്പെടുന്നു. പക്ഷെ നിർഭാഗ്യത്തിന് 1943 രൂപം കൊണ്ട ആ കേരള ഗ്രന്ഥാലയ സംഘത്തിന് തെക്കോട്ട് പോകാൻ കഴിഞ്ഞില്ല. തിരുവിതാംകൂറിലേക്കും കൊച്ചിയിലേക്കും പോകാൻ കഴിഞ്ഞില്ല. ആ ഒരു അന്തരാളത്തിലാണ് PN പണിക്കർ 1945 അമ്പലപ്പുഴ തിരുവിതാംകൂർ ഗ്രന്ഥശാല സംഘം രൂപീകരിക്കുന്നത്. ഇന്നത്തെ കേരള ഗ്രന്ഥശാല സംഘത്തിൻ്റെ പൂർവ്വരൂപമായിട്ട് മാറാൻ അതിന് സാധിച്ചു എന്നുള്ളത് ചരിത്രമാണ്. ഈ ഒരു വലിയ ചരിത്രം നമ്മുടെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിനുണ്ട് എന്നുള്ളത് നമ്മൾ മറക്കാൻ പാടില്ല. ഇപ്പോൾ 58 കേരള ഗ്രന്ഥശാല സംഘം രൂപം കൊണ്ടപ്പോൾ അതിൻ്റെ ആദ്യ ഭരണസമിതിയിൽ അംഗമാവാനും പിന്നീട് അതിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറിയൊക്കെ ആവാനും അവസരം ലഭിച്ച ആണ്. വേണ്ടത്ര ഓർമ്മിക്കപ്പെടാതെ പോയത് എന്തുകൊണ്ടാണ് എന്നുള്ള ഒരു സംഗതി ഈ സന്ദർഭത്തിൽ ചിന്തനീയമാണ്. സാധാരണ നിലയിൽ PN പണിക്കരെ ഓർമ്മിക്കുമ്പോൾ KK നായരെയും IV ദാസിനെയും ഒക്കെ ഓർക്കണം. KK നായരെ പോലെ തന്നെ പിന്നീട് IV ദാസും
അദ്ദേഹത്തിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ട് വന്നയാളാണ്. ഇവരെല്ലാം ഓർക്കണം. അവരെല്ലാം ഓർക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ എങ്ങനെയോ കടന്നുകൂടി എന്നുള്ള കാര്യം തീർച്ചയായിട്ടും ചർച്ച ചെയ്യേണ്ടുന്നൊരു വിഷയമാണ്. അഞ്ചാം ലൈബ്രറി കൗൺസിൽ വായന പക്ഷാചരണം സംബന്ധിച്ചുള്ളൊരു തീരുമാനമെടുക്കുമ്പോൾ ഈ വിഷയം മനസ്സിലുണ്ടായിരുന്നു. അഞ്ചാം ലൈബ്രറി കൗൺസിൽ അതുവരെ വായനാ വാരമായിട്ട് ആചരിച്ചിരുന്ന സംഗതി വായനാ പക്ഷമാക്കി. വായനാ വാരാചരണം സംബന്ധിച്ച് അതുവരെ നടമാടിയിട്ടുള്ള ഒരു സംഗതി പി എൻ പണിക്കർക്ക് ചുറ്റും മാത്രം പൂക്കൾ വിതറിക്കൊണ്ടുള്ള ഒരാചരണമായിരുന്നു. വായിച്ചു വളരുക എന്നുള്ള സന്ദേശം ഒറ്റക്ക് ഒരാളുടെ സന്ദേശമല്ല, ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ സന്ദേശമാണ്. ആ സന്ദേശം കൊണ്ടു നടന്നവരിൽ കെ നായരുണ്ട്, IV ദാസുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ പി എൻ പണിക്കരുടെ കൂടെ പ്രസിഡൻറ്റുമാരായിരുന്ന പലരുണ്ട്. അവരെയൊന്നും ഓർക്കുന്നില്ല. അവരൊന്നും അത്ര നിസ്സാരന്മാരല്ല. പനമ്പള്ളി ഗോവിന്ദമേനോനുണ്ട്, R ശങ്കറുണ്ട്, PT ഭാസ്കര പണിക്കറുണ്ട്, PS ജോർജുണ്ട്, K ദാമോദരമേനോനുണ്ട്, K ദാമോദരനുണ്ട്, തായാട്ട് ശങ്കരനുണ്ട്, കെ നായരുണ്ട്, IV ദാസുണ്ട്. പിന്നീട് ലൈബ്രറി കൗൺസിലിൽ വന്നപ്പോൾ അതിൻ്റെ ഭാരവാഹികളായിട്ടുള്ള കടമ്മനട്ടയും IV ദാസും ഒക്കെ ഉണ്ട്. നമുക്കൊരു നിയമം വരുത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള K ചന്ദ്രശേഖരനുണ്ട്. ഇവരെയെല്ലാം EMSൻ്റെ സംഭാവന ഞാൻ പറഞ്ഞു, ജോസഫ് മുണ്ടശ്ശേരിയുടെ സംഭാവന പറഞ്ഞു, P ഗോവിന്ദപിള്ളയുടെ സംഭാവനയുണ്ട്, പിരപ്പൻകോട് മുരളിയുടെ സംഭാവനയുണ്ട്, കേളപ്പനും മധുരവനും കൃഷ്ണക്കുറുപ്പുമൊക്കെ ഈ ചരിത്രത്തിൽ വരുന്നുണ്ട്. ഇവരൊന്നും വേണ്ട രീതിയിൽ സ്മരിക്കപ്പെടുന്നില്ല എന്നുള്ള ഒരു ദൗർഭാഗ്യം ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് വന്നു ചേർന്നിട്ടുണ്ട്. ഈ കാര്യം ഞാൻ ഉന്നയിച്ചിട്ടുണ്ട്. എൻ്റെ പുസ്തകത്തിൽ ഒരധ്യായം നീതി തേടുന്ന ചരിത്രം എന്നുള്ളതാണ്. ഈ വിഷയം ഗൗരവമായിട്ട് ഉന്നയിച്ചതാണ്. അഞ്ചാം ലൈബ്രറി കൗൺസിൽ വായനാ പക്ഷമായിട്ട് ആചരിക്കുമ്പോൾ ഗ്രന്ഥശാല പ്രസ്ഥാനത്തെ സമഗ്രമായിട്ട് കാണാനും അതിൽ പങ്കുവഹിച്ച എല്ലാവരെയും ഒരുപോലെ ഓർമ്മിക്കാനും കഴിയുന്ന ഒരു സാഹചര്യം ഒരുക്കുന്നതിന് വേണ്ടിയിട്ടാണ് വായനാ പക്ഷം എന്ന പേര് നൽകി ജൂൺ 19 മുതൽ പി എൻ പണിക്കരുടെ സംഭാവന ഒരിക്കലും കുറച്ച് കാണുന്നില്ല. ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ അദമ്യമായിട്ടുള്ള സ്ഥാനം അദ്ദേഹത്തിനുണ്ട്. അത് വെച്ചു കൊടുത്തുകൊണ്ട് തന്നെ സഹപ്രവർത്തകരെയും ഓർമ്മിക്കുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ വരണം എന്നുള്ളതാണ്. ജൂൺ 19 മുതൽ ജൂലൈ 7 IV ദാസിൻ്റെ ആദ്യം പി എൻ പണിക്കരുടെ ജോയിൻറ്റ് സെക്രട്ടറി എന്ന നിലയിൽ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ച ആളാണ്. ലൈബ്രറി കൗൺസിൽ വന്നതിൻ്റെ ശേഷം 2 ടേമിൽ അതിൻ്റെ സെക്രട്ടറിയായിട്ട് പ്രവർത്തിച്ചയാളാണ്. അതിനിടയിൽ ഈ പേര് പറഞ്ഞ എല്ലാവരെയും ഓർത്തുകൊണ്ട് ഗ്രന്ഥശാല പ്രസ്ഥാനത്തെ അനുസ്മരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തണം എന്നുള്ള ഒരു സമീപനമാണ് ആ കാര്യത്തിൽ അഞ്ചാം ലൈബ്രറി കൗൺസിൽ എടുത്തിട്ടുള്ളത്. വായനാപക്ഷം ഇപ്പോഴും നമ്മൾ ആ നിലയിൽ തന്നെ തുടരുന്നുണ്ട്. ആ നിലയിൽ തന്നെ നമുക്ക് പിന്നെ കൊണ്ടുപോകാൻ കഴിയുന്നുണ്ട്. തീർച്ചയായിട്ടും ഗ്രന്ഥശാല പ്രസ്ഥാനത്തെ അതിൻ്റെ ചരിത്രം സമഗ്രമായി കാണുമ്പോൾ കെ നായർ ഉൾപ്പെടെ വിദ്വാൻ കെ നായർ ഉൾപ്പെടെയുള്ള ആളുകളുടെ എല്ലാം പങ്ക് വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തപ്പെടുന്നതിൻ്റെ ഒരു സ്ഥിതിയാണ്. ഈ കാലത്ത് വിദ്വാൻ കെ നായരുടെ സഹപ്രവർത്തകരായിട്ട് നമ്മുടെ ജില്ലയിലുണ്ടായിരുന്ന ആളുകൾ, അവരെ നമുക്ക് വിസ്മരിക്കാൻ കഴിയില്ല. ധാരാളം ആളുകളുണ്ട്. പി കോരൻ മാസ്റ്റർ, സിവിക്ക് കൊടക്കാട്, കുഞ്ഞാമൻ മാഷ്, സി നാരായണൻ അണ്ടോട്, കെ നാരായണൻ മാസ്റ്റർ കൊടക്കാട്, എൻ കൊടക്കാട്, ഇപ്പോഴും നമ്മുടെ കൂടെയുള്ള പി അമ്പു മാസ്റ്ററുണ്ട്, ചെറിയമ്പു മാസ്റ്ററുണ്ട്. ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ട്. തീർച്ചയായിട്ടും കെ നായരെ അനുസ്മരിക്കുമ്പോൾ ആ തലമുറയിലുള്ള ആദ്യ തലമുറയിലുള്ള ഗ്രന്ഥശാല പ്രവർത്തകന്മാരെ എല്ലാം നമ്മൾ ഓർക്കുകയാണ്. കാസർഗോഡ് താലൂക്കിലേക്ക് പോയാൽ
അവിടെ കുമ്പടാജ ഗ്രാമസേവക സംഘം ലൈബ്രറി ഏത്തെടുക്കത്ത് പ്രവർത്തിക്കുന്ന ലൈബ്രറിയുടെ ദീർഘകാലത്തെ സാരഥി ഡോക്ടർ YK കേശവ ഭട്ടിനെ ഓർക്കേണ്ടതായിട്ടുണ്ട്. ദീർഘകാലം അദ്ദേഹം കാസർഗോഡ് താലൂക്ക് കൗൺസിൽ നയിച്ച ആളാണ്. അതുപോലെ തന്നെ അദ്ദേഹം പഞ്ചായത്ത് പ്രസിഡൻറ്റുമായിട്ടുണ്ടായിരുന്നു. ചക്കമന കേശവ ഭട്ട് ഉണ്ട്, ധർമ്മത്തെടുക്ക യൂത്ത് ക്ലബ്ബ് ലൈബ്രറിയുടെ സാരഥിയായിരുന്നു. KV കൃഷ്ണൻ മാഷുണ്ട്, കാസർഗോഡ് കടപ്പുറത്തുള്ള ആളാണ്. നാരായണ ഭട്ടിനെ നമുക്ക് വിസ്മരിക്കാൻ കഴിയില്ല. ബായാറിൽ ഹെദ്ദാരിശാല മിത്രമണ്ഡലി ലൈബ്രറിയുടെ സാരഥിയായിരുന്നു. അദ്ദേഹം സ്റ്റേറ്റ് കൗൺസിലിൽ എത്തിയിട്ടുണ്ട്. അദ്ദേഹം മഞ്ചേശ്വരം താലൂക്കിൻ്റെ പ്രസിഡൻ്റായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ നിലയിലെല്ലാം പ്രവർത്തിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് പേരുണ്ട്. KK നായരെ അനുസ്മരിക്കുമ്പോൾ നമ്മൾ ഇവരെയെല്ലാം വീണ്ടെടുക്കുകയാണ്, ഇവരെയെല്ലാം നമ്മൾ അനുസ്മരിക്കുകയാണ്. തീർച്ചയായിട്ടും KK നായരെ അനുസ്മരിക്കുന്നതിന് വേണ്ടി 2025 പുസ്തകോത്സവ വേദി ഉപയുക്തമാക്കിയത് വളരെ ഉചിതമായിട്ടുള്ളൊരു തീരുമാനമാണ്. ആ തീരുമാനത്തെ നമുക്ക് നമസ്കരിക്കണം. ഇങ്ങനെയുള്ള ചരിത്ര പുരുഷന്മാരെ, ഗ്രന്ഥശാല പ്രസ്ഥാനം ഓർമ്മിക്കേണ്ട ആളുകളെ ഓർമ്മിക്കാൻ കഴിയണം. കുഞ്ഞുമാഷ്ട പുസ്തകത്തിൽ രാധികയുടെ ഒരു ഫേസ്ബുക്ക് കുറിപ്പുണ്ട്. അത് വായിക്കുമ്പോൾ നമ്മൾ കടന്നു പോകുന്ന ഒരു അന്തരീക്ഷം തീർച്ചയായിട്ടും വളരെ വികാരോദ്ദീപകമായിട്ടുള്ള അച്ഛനെ ഓർക്കുന്നത്. പിന്നെ രാധികയുടെ ആ കുറിപ്പ് ഞാൻ 3-4 പ്രാവശ്യം അത് വായിച്ചിട്ടുണ്ട്. കുഞ്ഞുകുമാഷിൻ്റെ ആ വായനാവസന്തം, KK നായർ വായനാവസന്തം എന്ന പുസ്തകത്തിൽ അധ്യായം 26 അച്ഛനറിയാൻ എന്ന തലക്കെട്ടിൽ പിന്നെ വന്നിട്ടുള്ള രാധികയുടെ കുറിപ്പ്, അത് തീർച്ചയായിട്ടും KK നായരുടെ പ്രാധാന്യം, ഇല്ലാതെ പോയ അച്ഛൻ്റെ പിന്നെ ചരിത്രത്തിലും ജീവിതത്തിലുമൊക്കെയുള്ള പ്രാധാന്യം എടുത്തു പറയുന്ന ഒരു കുറിപ്പാണ്. വിദ്വാൻ KK നായർ ഒരു ഗ്രന്ഥശാല പ്രവർത്തകൻ എന്നുള്ള നിലയിൽ എനിക്ക് ബന്ധപ്പെടാൻ അവസരമുണ്ടായത് 1964 1964 വിദ്യാഭ്യാസത്തിന് ഒരു ചെറിയ ഇടവേള ഉണ്ടായപ്പോൾ എൻ്റെ ഗ്രാമത്തിലെ ബാലബോധിനിയുടെ സെക്രട്ടറിയായി. 16 വയസ്സേ ഉള്ളൂ. കാര്യങ്ങൾ എങ്ങനെ കൊണ്ടുപോകണമെന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം വലിയ ധാരണയില്ല. ആ സന്ദർഭത്തിൽ ഞാൻ സഹായത്തിന് വേണ്ടി ആശ്രയിച്ച 3 പേരിൽ ഒരാൾ വിദ്വാൻ KK നായരാണ്. P. കോരം മാഷ് മറ്റേയാൾ, അന്ന് കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്ന IV ദാസ് മറ്റൊരാൾ. ഇവർ 3 പേരും ഇടയ്ക്കിടയ്ക്ക് ഞാൻ ബന്ധപ്പെട്ട് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ കഴിയും. തീർച്ചയായിട്ടും എപ്പോഴും ആവേശപ്പെടുത്തുന്ന ഒരു സമീപനം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. കിഴക്കങ്കര അവരുടെ വീട്ടിൽ നിന്ന് അതിയാമ്പൂര് വഴി നെല്ലിക്കാട്ടുള്ള പുതിയ വീട്ടിലേക്ക് നടന്നു പോകുന്ന KK നായരുടെ ചിത്രം എൻ്റെ മുമ്പിലുണ്ട്. പലപ്പോഴും ബാലബോധിനിയിൽ ആളുകളുണ്ടെങ്കിൽ, ഞങ്ങളുണ്ടെങ്കിൽ അവിടെ കയറും, കാര്യങ്ങൾ സംസാരിക്കും, പ്രശ്നങ്ങൾ മനസ്സിലാക്കും, പോരായികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തിരുത്തുന്നതിന് വേണ്ടിയിട്ട് പറയും. ആ ഒരു സമീപനമാണ് അദ്ദേഹം കൈക്കൊണ്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം ഞാൻ പറഞ്ഞുവല്ലോ, പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയാണ്. അതിയാമ്പൂരുള്ള ഞങ്ങളുടെ വായനശാല കൊണ്ടു നടക്കുന്നത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയക്കാരല്ലെന്നുള്ളത് അദ്ദേഹത്തിനും അറിയാം, ഞങ്ങൾക്കും അറിയാം. പക്ഷേ ആ രാഷ്ട്രീയം അദ്ദേഹം ഒരിക്കലും കാണിച്ചിട്ടില്ല. രാഷ്ട്രീയം മാറ്റിവെച്ചുകൊണ്ട് ഗ്രന്ഥശാല പ്രവർത്തനം കാണാൻ കഴിയുന്നു എന്നുള്ളതാണ് KK നായരെ ഞാൻ കണ്ട ഏറ്റവും വലിയ വൈശിഷ്ട്യം. അത് മാതൃകയാക്കാൻ ഒരു ഗ്രന്ഥശാല പ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഞാനും ശ്രമിച്ചിട്ടുണ്ട് എന്ന് വിനയത്തോടു കൂടി ഇപ്പോൾ പറയട്ടെ. ആര് നടത്തുന്നു വായനശാല എന്നുള്ളത് അത് നമ്മൾ കണക്കിലെടുക്കാറില്ല. വായനശാലയാണോ ഗ്രന്ഥാലയമാണോ അത് നടത്തേണ്ടതുപോലെ നടത്തുന്നുണ്ട്, അതിലെന്താ പോരായിക, അത് ചൂണ്ടിക്കാണിച്ച് അത് തിരുത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സമീപനം. തീർച്ചയായിട്ടും ആ കാര്യത്തിൽ
രാഷ്ട്രീയ അഭിപ്രായങ്ങൾ മാറ്റിവെച്ചുകൊണ്ടുള്ള ഒരു ഗ്രന്ഥശാല പരിഗണന നൽകുന്നതിന് വേണ്ടി എപ്പോഴും സന്നദ്ധനായിട്ടുള്ള ഒരു വ്യക്തിയാണ് വിദ്വാൻ KK നായർ എന്നുള്ളത് എടുത്തു പറയാതെ വയ്യ. അദ്ദേഹം നെല്ലിക്കാട്ട് താമസിക്കുന്ന സന്ദർഭത്തിൽ നിരവധി തവണ വീട്ടിൽ പോയിട്ടുണ്ട്. പെരുമാറ്റവും സമീപനവും ഒക്കെ തന്നെ വളരെയേറെ ആകർഷകമായിരുന്നു. MK ദാമോദരൻ വക്കീൽ പുരുഷോത്തം വക്കീലിനെ വിശേഷിപ്പിച്ച ഒരു വാക്ക് ഞാൻ ഓർക്കുകയാണ്. എ പെർഫെക്റ്റ് ജെൻറ്റിൽമാൻ എന്നാണ് ദാമോദരൻ വക്കീൽ പുരുഷോത്തമനെ അനുസ്മരിച്ചുകൊണ്ട് എഴുതിയിട്ടുണ്ട്. KK നായരെ കുറിച്ചും അത് തന്നെ പറയാം. ഒരു പെർഫെക്റ്റ് ജെൻറ്റിൽമാൻ അതായിരുന്നു KK നായർ. തെറ്റായ കാര്യങ്ങളും തെറ്റായ സമീപനങ്ങളും ഒന്നും അദ്ദേഹത്തിൻ്റെ അടുത്തില്ല. എല്ലാം നേർവഴിക്ക് പിന്നെ കൊണ്ടുപോകാനുള്ള ഒരു മാനസിക വളർച്ച അദ്ദേഹത്തിനുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് അദ്ദേഹത്തിൻ്റെ വിയോഗം വലിയ നഷ്ടമാണെന്ന കാര്യത്തിൽ സംശയമില്ല. അകാലത്തിലാണ് ആ വിയോഗം ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് നമുക്കറിയാം. ആ വിയോഗത്തെ തുടർന്ന് കിനാത്തിൽ വായനശാലയുടെ സമീപമുള്ള ആ വസതിയിലാണെന്ന് തോന്നുന്നു അവസാനം ഉണ്ടായിരുന്നത്. അവിടെ പോയ കാര്യം എൻ്റെ ഓർമ്മയിലുണ്ട്. തീർച്ചയായിട്ടും KK നായരെ പോലുള്ള ഗ്രന്ഥശാല പ്രവർത്തകന്മാരെ, നമ്മുടെ വഴികാട്ടി, നമ്മളെ നേർവഴിക്ക് നടത്തിച്ച ഗ്രന്ഥശാല പ്രവർത്തകർ, ആ നിലയിൽ നമുക്കെപ്പോഴും ഓർമ്മിക്കാൻ കഴിയണം. അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് വേണ്ടിയിട്ട് നീലേശ്വരം പബ്ലിക് ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂം വലിയ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അവരുടെ കെട്ടിടം അവർ നാമകരണം ചെയ്തിട്ടുള്ളത് വിദ്വാൻ പിന്നെ KK നായരുടെ പേരിലാണ്, വിദ്വാൻ KK നായരുടെ പേരിലാണ്. അവർ ജന്മശതാബ്ദി നല്ല നിലയിൽ ആഘോഷിക്കുന്നതിനുള്ള പിന്നെ മുൻകൈ എടുത്തിട്ടുണ്ട്. എപ്പോഴും ആ ഗ്രന്ഥശാലയുടെ പ്രവർത്തനം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിട്ടൊരു ജീവിതചര്യയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഇനമായിട്ട് KK നായർ കൊണ്ടു നടന്നിട്ടുണ്ട് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ജീവിത കഥ വായിക്കുമ്പോൾ മനസ്സിലാവുന്ന കാര്യമാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് വലിയ സംഭാവന നൽകിയിട്ടുള്ള KK നായരുടെ സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു.